മോളോട് എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മോള് തന്നെ മുൻകൈയെടുത്ത് പരിഹരിക്കണം. കാരണം അപകടം സംഭവിക്കാൻ പോകുന്നത് നീലിന്റെ ജീവിതത്തിലാണ്. അപകടമെന്ന് പറഞ്ഞാൽ മരണതുല്യമായ സംഭവം നീലിന് സംഭവിച്ചു. കുട്ടി പോയാൽ അത് തടയാൻ ഒരുപക്ഷെ നീലിന്റെ ജീവിതത്തിൽ കഴിഞ്ഞെന്ന് വരില്ല. അയാളെ ആ വിധിക്ക് വിട്ടുകൊടുക്കണമോ? നന്ദിനി, എന്താ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. എന്റെ ഏട്ടന്റെ ജീവന് എനിക്ക് മറ്റെന്തിനേക്കാളും വിലയുണ്ട്. ഏട്ടത്തി, ഇനി തിരിച്ചു കയറാൻ അവർ സമ്മതിക്കൂ? ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കിവിടെ തിരിച്ചു കയറിയേ പറ്റൂ. ആട്ടി ഓടിച്ചാലും എറിഞ്ഞോടിച്ചാലും എനിക്കിവിടെ നിന്ന് എങ്ങോട്ടും പോവാൻ പറ്റില്ല നന്ദിനി. എനിക്ക് നല്ല പേടിയുണ്ട് ഏട്ടത്തി. ഗിരിയേട്ടൻ എന്നെ കൊല്ലും. 2 ദിവസം വീട്ടില് ചെറിയമ്മയുടെ അടുത്ത് പോയി നിന്നിട്ട് ഈ ചൂടിന് തണുക്കുമ്പോ വന്ന് കാല് പിടിച്ച് തിരിച്ചു കയറിയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇല്ല നന്ദിനി, തിരികെ കയറുന്നെങ്കിൽ അതിപ്പോ തന്നെ വേണം. എല്ലാരും താഴെ തന്നെ കാണും. അവര് നമ്മൾ തടയില്ല ഏട്ടത്തി. ആരും തടയില്ല നന്ദിനി. അഥവാ ആരെങ്കിലും തടഞ്ഞ അവരോട് പറയാനുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. നീ വാ. ഏട്ടത്തി, വരാനല്ലേ പറഞ്ഞത്? വാ. ഏട്ടത്തി, അമ്മേ, ദേ നോക്കിയേ. വാ ഏട്ടത്തി, വാ. അമ്മ വന്നേ. നിക്കടി. എങ്ങോട്ടാടി തള്ളിക്കറി പോണത്? എന്തിനാടി നീ തിരിച്ചു വന്നേ? നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ? എന്തിനാടി നീ നോക്കുന്നേ? മര്യാദക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്. മാറി നിക്കടി. എന്തിനാടി നീ നോക്കുന്നേ? മര്യാദക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്. മാറി നിക്കടി. ഇനിയൊരു അക്ഷരം മിണ്ടിയ കൊന്നുകളയും ഞാൻ. ഇതേ എന്റെ ഭർത്താവിന്റെ വീടാ. ഇവിടുന്ന് ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? ആഹാ, എടി നിന്റെയൊക്കെ കെട്ടിയന്മാർ തന്നെയല്ലേ രണ്ടിനെ ഇവിടെ ഇറക്കി വിട്ടത് അല്ലേ? അതെ, ഞങ്ങളുടെ ഭർത്താക്കന്മാര് തന്നെ ഇറക്കി വിട്ടത്. പക്ഷേ അതവരെ അന്നേരത്തെ ദേഷ്യത്തിന് ചെയ്തതാ. അതിപ്പോ ഇവരല്ല, ഏത് ഭർത്താക്കന്മാരായാലും അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. അത്രയ്ക്ക് വലിയ തെറ്റ് തന്നെയാ ഞങ്ങൾ ചെയ്തത് എന്ന് കരുതി ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോകാനൊന്നും ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കേറടി. വഴി തടയാതെ മാറി നിക്കടി. സ്വാതി, ഈ മുറ്റത്ത് തടയാനുള്ള ധൈര്യം ഉണ്ടോടി നിനക്ക്? ഞാനേ ഈ വീട്ടിലെ മൂത്ത മരുമകളാ, നിന്റെ ഏട്ടത്തിയമ്മ. പിന്നെ ഒരു കേട്ടത്തിയമ്മ. ഇറങ്ങി പോകാൻ പറ ഗൗരിമോളെ ഇവരോട്. വഴി മാറടി. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? മാറാനല്ലേ പറഞ്ഞത്? വടി. കണ്ടില്ലേ മോളെ അവര് കയറിപ്പോയത്?
എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം? അച്ഛൻ ക്ഷമിക്കണം. ഞങ്ങളെ എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അതില് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അമ്മ വന്നേ. ഈ വീട്ടിലെ എല്ലാ സമാധാനവും ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കോ? ഈ വീട്ടിൽ ഇനിയും ജീവിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. നീലങ്കിരി കാണുന്നതിന് മുമ്പ് തിരിച്ചു പോകുന്നതാണ് നല്ലത്. മഹേഷേട്ടാ, അതെ, ഇവളുമാരെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ഇറക്കി വിട്ടിട്ട് പോവാതെ ദാ പിന്നെയും രണ്ടും കൂടെ തിരിച്ചു വന്നിരിക്കുകയല്ലേ. തടയാൻ ശ്രമിച്ച ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാ ഇവളുമാര് രണ്ടും കൂടെ അകത്തോട്ട് കയറി വന്നത്. ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ പിന്നെ ഇവരോട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഉള്ള കാര്യം തെളിച്ചങ്ങ് പറഞ്ഞു. എന്ത് കാര്യം? തടയാൻ നിന്നാ അടി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ഓഹോ, അത് ശരി. അപ്പോ തടയാൻ വരുന്നവരെ നിങ്ങൾ തല്ലും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ നിങ്ങളെ തടയാൻ പോകുന്നത് ഞാനാ. എന്നെ നിങ്ങൾ തല്ലുവോ? എന്താടി, തല്ലുവോ? ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്ത് പറ്റി? ഇവളുമാർക്ക് മുണ്ടാട്ട് മുട്ടിപ്പോയാ? എന്താടി വെല്ലിച്ചൻ ചോദിച്ചതിന് മറുപടി പറയടി. എന്താ, രണ്ടുപേർക്കൊന്നും പറയാനില്ലേ? അച്ഛാ, ഞങ്ങൾക്ക് പറയാനുള്ളത് അച്ഛൻ കേൾക്കണം. ഞങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാ. അതിലൊരു സംശയവും ഞങ്ങൾക്കില്ല. ഞാനായി കള്ളം പറയാൻ ഏട്ടത്തി നിർബന്ധിച്ചത്. അതുകൊണ്ടല്ലേടി ഗിരി നിന്നെയും പിടിച്ച് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞത്. എന്താണ് പിന്നെ വലിച്ചു കയറി ഇങ്ങോട്ട് വന്നത്? നിങ്ങക്ക് രണ്ടിനും ഇറങ്ങി പൊക്കൂടെ? അമ്മായി, ഈ വീടിന്റെ അഭിമാനവും എന്റെ ഭർത്താവിന്റെ അന്തസ്സും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി അറിഞ്ഞു അറിയാതെയും ഒരുപാട് സഹിച്ചവളാ ഞാൻ. ഇനിയും അത് സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഓ, മനസ്സിലായില്ലേ അച്ഛാ? ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് നാട്ടുകാരറിഞ്ഞ ആർക്കതിന്റെ നാണക്കേട്? ഈ കുടുംബത്തിനല്ലേ. പ്രശസ്ത സിനിമാ നടൻ നീൽ മഹേഷ് സ്വന്തം ഭാര്യയെ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. അതും ഭാര്യ ഗർഭിണിയല്ല എന്ന കുറ്റത്തിന്. മനുഷ്യാവകാശം നിഷേധിച്ചതിന് വനിതാ കമ്മീഷന് ഏട്ടന്റെ പേരിൽ വേണമെങ്കിൽ കേസെടുക്കാം. അത് പിന്നെ പത്രത്തിൽ വരും, ചാനലിൽ വാർത്തയാവും. അതുകൊണ്ടുണ്ടാവുന്ന നാണക്കേട് ആർക്കാ? ഈ വീടിനും ഇവിടെ ഉള്ളവർക്കുമാണ്. ആ നാണക്കേടിൽ നിന്ന് ഈ കുടുംബത്തിനെ രക്ഷിക്കാനാ ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങൾക്കാർക്കും നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. എന്നോട് ചോദിച്ചിട്ട് ആരും ഈ വീട്ടിലേക്ക് കയറുകയും വേണ്ട. മനസ്സിലായോ? അച്ഛാ, അബദ്ധത്തിൽ ഞാൻ ഒരു കള്ളം പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ എന്റെ ഏട്ടനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറല്ല. ഞാനും തയ്യാറല്ല. അതുകൊണ്ടാ ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങൾ ഇവിടെ നിറങ്ങിയാ ദേ ഇവര് തന്നെ ചാനലുകാരെ വിളിച്ചു പറയും. ഇല്ലേ ഗൗരി? തീർച്ചയായും പറയും. നീയൊക്കെ ചെയ്തത് നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. കണ്ടില്ലേ അച്ഛാ ഇവരുടെ മനസ്സിലിരിപ്പ്? ഇനി അച്ഛൻ പറയാ, ഈ വീടിനെയും ഇവിടെ ഉള്ളവരെയും നാണം കെടുത്തുന്നത് ഞങ്ങളാണോ? അതെ, എന്നോടല്ല പറയേണ്ടത്. നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട നിങ്ങളുടെ ഭർത്താക്കന്മാരോടാ. ചെന്ന് അവരോട് സംസാരിക്കും. എന്റെ അനുവാദത്തോടെ ആരും ഇതിനകത്ത് തിരിച്ചു കയറണ്ട. മനസ്സിലായോ? അച്ഛൻ പോയി. ഇനിയിപ്പോ എങ്ങനെയാ? ഞങ്ങളെ ഇനിയും തടയാൻ വല്ല ഉദ്ദേശമുണ്ടോ രണ്ടാൾക്കും? ദേമായി, പ്രായമൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. ചെന്ന് വേദയോട് പറഞ്ഞേക്ക് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു കയറിയെന്ന്. നന്ദിനി വാ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ആ അമ്മായി, ഭക്ഷണമൊക്കെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? അതൊക്കെ വേണമെങ്കിൽ നീ ചെന്ന് നോക്കടി. ആ അപ്പോ ശരി, ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കട്ടെ. വാ നന്ദിനി. കണ്ടില്ലേ അമ്മ അവളുമാരുടെ ഒരു അഹങ്കാരം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും വല്ല നാണം ഉണ്ടോന്ന് നോക്കിയേ. സത്യടി മോളെ, നമ്മളവരെ ഇപ്പൊ തടഞ്ഞിരുന്നെങ്കിലേ അവളുമാര് നമ്മളെ തല്ലിയേനെ ഉറപ്പാ. അവളുമാര് രണ്ടും കൽപ്പിച്ച് തന്നെയാ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു കയറിയത്. ഞാൻ ചെന്ന് ഈ വിവരം വേദമോടത് പറഞ്ഞിട്ട് വരാം.
ഏട്ടത്തി, എനിക്ക് കൈയും കാലം വരച്ചിട്ട് വയ്യ. തിരിച്ചകത്തേക്ക് കയറുമ്പോ ഒരു യുദ്ധം തന്നെ പ്രതീക്ഷിത. അതിനിയും ഉണ്ടാകും. എന്തായാലും അച്ഛന്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ച അത്ര എതിർപ്പുണ്ടായില്ല. അതിനർത്ഥം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിൽ അച്ഛന് വലിയ താല്പര്യമില്ലെന്ന് തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ളവരെ നമ്മൾ എങ്ങനെ നേരിടും? എന്തായാലും അച്ഛന്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിച്ച അത്ര എതിർപ്പുണ്ടായില്ല. അതിനർത്ഥം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിൽ അച്ഛന് വലിയ താല്പര്യമില്ലെന്ന് തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ളവരെ നമ്മൾ എങ്ങനെ നേരിടും? നമ്മുടെ ധൈര്യം, അത് മാത്രമേ ഉള്ളൂ നമുക്കെടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ ആയുധം. ആ, എന്തായാലും നീ ആഹാരം എടുത്ത് വയ്ക്ക. ഏട്ടത്തിക്ക് ശരിക്കും വിശക്കുന്നുണ്ടോ? എനിക്കിപ്പോ ഒരു പറ്റ തൊണ്ടേന്ന് ഇറങ്ങത്തില്ല. ഇത് വിശപ്പല്ല നന്ദിനി, നമ്മുടെ അവകാശം തിരിച്ചു പിടിക്കല. ഇപ്പൊ ഇതിനകത്ത് കയറി നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കിതിനകത്ത് കയറാൻ മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കണം. ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാ പിന്നെ എനിക്കും വേണം. ജീവിച്ചാലും മരിച്ചാലും ഇനി അത് ഒന്നിച്ചാവാം. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. നിക്കടി. നാണമില്ലേടി നിനക്കൊക്കെ ഇതിനകത്ത് കയറി വിളമ്പത്തില്ല? നാണക്കേടോ? എന്തിന്? സ്വന്തം വീട്ടിലെ അടുക്കളക്കാരി ഭക്ഷണം കഴിക്കാനേ ഞങ്ങൾക്ക് ഒരു നാണക്കേടുമില്ല. അയ്യേ, ശ്ശേ. മനസ്സിലായോ? അമ്മായിക്കും മരുമോക്കും. ഇപ്പൊ കാണാൻ കളി. എന്താ കഴിക്കുന്നില്ലേ? ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരിക്കലും കഴിക്കേണ്ടി വരില്ല. കഴിക്കാനല്ലേ പറഞ്ഞത്? ഏട്ടത്തി, ദേ ഏട്ടൻ. ഇരിക്കെവിടെ. ആഹാരം കഴിക്കുമ്പോ ആര് വന്നാലും എഴുന്നേക്കാൻ പാടില്ല. സ്വാതി, നിന്നോട് ആരാ പറഞ്ഞു ഇവിടേക്ക് തിരിച്ചു വരാൻ? ഏട്ടാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ആദ്യം ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ. എഴുന്നേക്കടി. നിനക്ക് ഈ വീട്ടിൽ ആഹാരമില്ല. എഴുന്നേക്കാൻ. എടി, എണീക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? നന്നായി. നീലേ, ഓ, അങ്ങനെ വരുന്നുണ്ട് ചുമ്മാ. വേണ്ട. വിശന്ന് വലഞ്ഞ് കയറി വരുന്നവർക്കെല്ലാം ആഹാരം കൊടുത്തുള്ള പാരമ്പര്യമുള്ളൂ ഈ വീടിന്. അല്ലാതെ ആഹാരത്തിന് മുമ്പിൽ നിന്ന് ആരും ഇറക്കി വിട്ടിട്ടില്ല. അച്ഛാ, ഇത് ഇവർ അഹങ്കാരം കാണിക്കുന്നതാ. അല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും വിശപ്പുണ്ടായിട്ടൊന്നുമല്ല. ദേ, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ല ഏട്ടാ, അങ്ങനെ ഇറങ്ങിപ്പോവാനല്ല ഞാൻ തിരിച്ചു കയറിയത്. പിന്നെ ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് മുൻപേ ഇറങ്ങിപ്പോകേണ്ട മറ്റൊരാളുണ്ട് ഈ വീട്ടില്. വേദ. അവളെ ഇറക്കി വിടാൻ ഏട്ടന് പറ്റുമോ? ഏട്ടന്റെ പെറ്റമ്മയെ കൊന്നവൾ.
ഒരു കൂസലും ഇല്ലാതെ അവൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ ഈ വീട്ടില്. ആദ്യം അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്. അവക്ക് പിന്നാലെ ഞാനും ഇറങ്ങിക്കോളാം. എന്താ അവളെ ഇറക്കി വിടാൻ ധൈര്യമുണ്ട് ഏട്ടന്? അങ്ങനെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എന്നെ ഈ വീട്ടിൽ നിന്നും പടിയിറക്കി വിടാൻ ആർക്കും പറ്റില്ല, ആർക്കും. ഓഹോ, എന്നാ പിന്നെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ ആർക്കും പറ്റില്ല. എന്തൊരു അഹങ്കാരം, അഹങ്കാരം. സ്വാതിയോടൊപ്പം ഇനിയൊരു ജീവിതം എനിക്ക് പറ്റില്ല. എവിടെയെങ്കിലും പോട്ടെ. ഇനി തിരിച്ചു വന്നാലും അവളോട് ഞാൻ ക്ഷമിക്കില്ല. നീലിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിനിയും കൂടുകയുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടുന്ന് ഇറക്കി വിട്ടവള് ഇരട്ടി ധൈര്യത്തോടെ ദാ തിരിച്ചു വന്നിരിക്കുന്നു. ഇവൾക്ക് ഇതിനുള്ള ധൈര്യം എവിടുന്ന് കിട്ടിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിനക്കിപ്പോ എന്താ വേണ്ടേ? സ്വാതിയെ ഞാൻ വെറുത്തുവെന്ന് കരുതി നീ എന്റെ പിന്നാലെ വരണ്ട. അവളോടുള്ളതിന്റെ ഇരട്ടി വെറുപ്പും ദേഷ്യവും എനിക്ക് നിന്നോടുണ്ടാവും. ഓക്കേ, അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ നീൽ ഇത്രയും കാലം സ്വാതിയുടെ മുൻപിൽ ഒരു സോ കോൾഡ് സീരിയൽ നായകനെ പോലെ ജീവിച്ചത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവളുടെ തടി കണ്ടിട്ടോ? കഷ്ടം. എന്നെ പ്രേമിക്കുന്ന സമയത്ത് നീൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല ഒന്നാന്തരം ഫയർ ബ്രാൻഡ് ചെറുപ്പക്കാരനായിരുന്നു നീല്. ആ നീലാണോ എന്റെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മുമ്പിൽ നിന്ന്? വഴി മാറിപ്പോയാലും പിന്നെയും പിന്നാലെ വന്ന് എന്തിനെങ്ങനെ ഉപദ്രവിക്കുന്നേ? മര്യാദയ്ക്ക് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇത് എന്നോടുള്ള ദേഷ്യമാണോ അതോ സ്വാതി പിന്നെയും തിരിച്ചു കയറി വന്നതിന്റെ രോഷോ? നാശം, മര്യാദയില്ലാതെ. നീൽ എത്ര ഒഴിവാക്കി വിടാൻ ശ്രമിച്ചാലും അങ്ങനെയൊന്നും ഇറങ്ങിപ്പോകുന്നവളല്ല സ്വാതി. കുടിക്ക്. കൊണ്ടുപോടി അവളുടെ ഒരു വെള്ളം. ഇത് കുടിക്ക്, ടെൻഷൻ കുറയും. കുടിക്ക് നീൽ. ഇങ്ങനെയാണോ നീൽ വെള്ളം കുടിക്കുന്നത്? അവസരം മുതലെടുത്ത് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായിയെ പോലെ നീ അടക്കമുള്ള ഒരു പെണ്ണിനെ ഞാൻ വിശ്വസിക്കില്ല. ഒരു പെണ്ണിനും എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. ഊണിലും ഉറക്കത്തിലും ഒപ്പം നിന്ന് ചതിക്കുന്ന നന്ദിയില്ലാത്ത വർഗമാ നീയൊക്കെ. സ്വാതി കാണിച്ച ചതിക്ക് സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല നീൽ. ഞാൻ നീലിനോട് എന്ത് തെറ്റാ ചെയ്തത്?
പകരം തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ നീൽ എന്നോട് പറഞ്ഞപ്പോ ഞാൻ നീലിനെ അനുസരിച്ചു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്?